ശ്രീ എൻ വാസവൻ അവറുകൾ ഒന്നാം സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അവറുകൾ സാറേ വന്നിട്ടില്ല. മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മെമ്പർ ഓഫ് പാർലമെൻറ്റ് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ഈ വേദിയിലേക്ക് ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കോട്ടയം നഗരസഭയും സംയുക്തമായി നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടികൾക്ക് ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടെ നേരുകയാണ്. നമുക്കറിയാം, ഓണമെന്നും മലയാളികളുടെ മനസ്സിൽ മധുരസ്മരണകൾ ഉണർത്തുന്ന ഒരു സുന്ദര കാലഘട്ടമാണ്. ഏതൊക്കെ പ്രതിസന്ധികളിൽ കൂടി നമ്മളൊക്കെ കടന്നുപോയാലും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായാലും ഓണാഘോഷം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പുതിയ ഉണർവ് ഉളവാക്കുന്നു. അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥരും ജാതി മതഭേദമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാവരും വളരെയധികം സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി ഈ ഓണം ആഘോഷിക്കുന്നു. നാടും നഗരവുമെല്ലാം അത്യാഹ്ലാദത്തോടെ അഭിമാനത്തോടെ മാവേലി മന്നനെ വരവേൽക്കാൻ വേണ്ടി ആഹ്ലാദത്തോടെ ആരവങ്ങളോടെ മുന്നോട്ട് വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എന്നും എവിടെയും പൂവിളിയും പൂക്കളവും അതോടൊപ്പം തന്നെ ആഘോഷങ്ങളുമായി ഈ വർഷത്തെ ഓണത്തെ നാം വരവേൽക്കണം. ഇവിടെ എല്ലാവർക്കും അറിയാം, ഓണം എന്ന സങ്കല്പം മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്ന രൂപത്തിലുള്ള കാവ്യഭാവനകൾ നമ്മുടെ മുമ്പിലായി ഈരടിയിൽ തന്നെ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിതരണം ചെയ്യുക. എന്റേതേ നിന്റേതേ എന്ന വ്യത്യാസമില്ലാത്ത, പണിയെടുക്കുന്നവൻ മെടിപ്പിക്കുന്നതിനും വ്യത്യാസമില്ലാത്ത, മർദ്ദകനും മർദ്ദനമില്ലാത്ത, ചൂഷകനും ചൂഷിതനുമില്ലാത്ത, അടിയാനും ഉടയാനുമില്ലാത്ത, ജന്മിയും കുടിയാനുമില്ലാത്ത, മുതലിയും മുതലാളിയും തൊഴിലാളിയുമില്ലാത്ത സമത്വസുന്ദരമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ സന്ദേശമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത്. മാളവിയുടെ നാടകം ഏറ്റവും ശ്രദ്ധേയമായ നാടകം അവതരിപ്പിക്കും. ചാലക്കുടി പ്രസിദ്ധിയുടെ നാടൻ പാട്ട് ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്നു. നടൻ വിജയരാഘവനെ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രതിഭകളെ ആദരിക്കുന്ന പരിപാടികൾ വരുന്നു. അതിനുശേഷം ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ വരുന്നു. ഇങ്ങനെ നാനാതരത്തിലുള്ള കലാവിരുന്നുകൾ, അതിൽ മിമിക്രിയുണ്ട്, നാടകമുണ്ട്, നാടൻ പാട്ടുണ്ട്, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള നമ്മുടെ ആസ്വാദകവൃന്ദം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന തിരുവാതിരകളിയും നാടോടിക്കലകളുമുണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മുടെ ആഘോഷം അർത്ഥപൂർണമാക്കി മാറ്റാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ ആഘോഷത്തെ പരുവപ്പെടുത്തിക്കൊണ്ടാണ് DTPCയും സംസ്ഥാന ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ നിലയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും നല്ല രൂപത്തിൽ ഈ ആഘോഷ പരിപാടികൾ മാറ്റി തീർക്കാൻ നമുക്കെല്ലാം ചേർന്ന് ഒരുമിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ആഘോഷ രാവിൽ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ നടന്നുകൊണ്ട് ഈ ഓണാഘോഷ പരിപാടികൾ, ജില്ലാതലത്തിലുള്ള പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഓണാഘോഷ പരിപാടികൾക്ക് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു.
അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിനങ്ങളിൽ കേരളമൊട്ടാകെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ട്, എല്ലായിടത്തും മലയാളികളുണ്ട് നമുക്കറിയാം. ചന്ദ്രനിൽ പോലും മലയാളികൾ ഉണ്ടായത് നമ്മൾ ഫലിതമായി പറയാറുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ ലോകത്തെവിടെ ചെന്നാലും നമുക്ക് മലയാളികളെ കാണാനായിട്ട് കഴിയും. അങ്ങനെ മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന അവസരത്തിൽ അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയത്ത് ഓണാഘോഷങ്ങൾക്ക് ഇന്ന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓണത്തെക്കുറിച്ച് ഞാൻ നമ്മളൊന്നും കൂടുതലായിട്ട് പറയേണ്ടതായിട്ടില്ല. ഓണം മലയാളിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വലിയ ഒരു എന്താണ് പറയുക, നമ്മുടെ ഒരു വികാരമാണ്. അതാണ് നമ്മൾ ലോകത്തെവിടെയാണെങ്കിലും മലയാളികളെല്ലാവരും ഓണം ഒരുമിച്ചുകൂടി